നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഗോകരണപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നുകൊണ്ട് നമ്മൾ ഈ ഗോകരണപർവം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും അർജുനൻ്റെ ധീരതയും പോരാട്ടവീരത്തെയൊക്കെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്ന കുറേ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. അർജുനൻ എല്ലാ കൗരവ വീരന്മാരെയും പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ അത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്നൊരു മഹത് വ്യക്തി സംസ്കൃതത്തിലുള്ള 1,20,000-ൽ പരം ശ്ലോകങ്ങളെ, വ്യാസഭഗവാൻ രചിച്ച ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എത്ര വിശദമായിട്ടാണോ കഥകൾ കൊടുത്തിരിക്കുന്നത്, അതിലൊരു മാറ്റവും വരുത്താതെ തന്നെ അതിൽ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംസ്കൃതം വാക്കുകളൊക്കെ അനേകമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് മലയാളം വാക്കുകളും അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ലളിതമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഗോകർണപർവം അവസാനിക്കും. വൈവാഹിക പർവം എന്ന് പറയുന്ന പുതിയ ഉപാധ്യായം നമ്മൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ്. അർജുനൻ കുരുക്കളെയൊക്കെ യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷം വിരാടൻ്റെ ചിതറിയോടിയ പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഒന്നിച്ചു ചേർത്തു. ധൃതരാഷ്ട്ര പുത്രന്മാരൊക്കെ തോറ്റു പിന്മാറിയപ്പോൾ കാട്ടിൽ പോയി ജീവൻ രക്ഷയ്ക്കായി ഒളിച്ചിരുന്ന കൗരവ സൈനികർ പകുതിയെ പുറത്തു വന്നു. പേടിച്ചു വിറച്ച് അവരൊക്കെ ഒരിടത്ത് ഒത്തുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അർജുനെ കണ്ടതോടുകൂടി അവർ പേടിച്ച് തളർന്ന് അർജുൻ്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അർജുന, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്, ഞങ്ങളെ രക്ഷിക്കണേ. അർജുനൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിരിക്കൂ, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ശരണാഗതരായവരെ ഞാൻ കൊല്ലുകയില്ല, നിങ്ങൾക്ക് ഞാൻ ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അവൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടിട്ട് ആ സാധാരണക്കാരായിട്ടുള്ള പടയാളികളൊക്കെ ഒന്നിച്ച് അർജുനോട് ആശംസിച്ചു. അങ്ങേക്ക് ദീർഘായുസും കീർത്തിയും ഉണ്ടാകട്ടെ. ശത്രുക്കളെ ജയിച്ച് തിരിച്ചു പോരുന്ന മതയാനിയെപ്പോലെ ശോഭിക്കുന്ന അർജുനനോട് വിരാട് രാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് എതിർക്കാൻ കൗരവന്മാർക്ക് കഴിഞ്ഞില്ല. മേഘം പോലെ വേഗത്തിൽ പോകുന്ന വിരാടപുത്രനെ അർജുനൻ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച് പ്രകാരം പറഞ്ഞു, ഇവിടെ ഉത്തര, നിന്റെ അച്ഛൻ്റെ അടുത്ത് പാണ്ഡവരൊക്കെ താമസിക്കുന്നത് നിനക്കറിയാമല്ലോ. പുറത്തെത്തിയാൽ ആ രഹസ്യമൊന്നും വെളിപ്പെടുത്തരുത്. അദ്ദേഹം പെട്ടെന്ന് ഇതറിഞ്ഞാൽ അമ്പരന്ന് ഭയപ്പെട്ട് മരിച്ചു പോകും. അതുകൊണ്ട് നീ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അച്ഛാ, ഞാൻ കൗരവന്മാരെയൊക്കെ ജയിച്ച് സൈന്യങ്ങളെയൊക്കെ ഓടിച്ച് ഗോക്കളെയൊക്കെ വീണ്ടെടുത്തു. ഇപ്രകാരം പറഞ്ഞാൽ മതി. ഇത് കേട്ടിട്ട് ഉത്തരം പറഞ്ഞു, അങ്ങ് സാധിച്ച കാര്യം അസാധ്യമാണ്. ഇപ്രകാരം ചെയ്യാനോ പറയാനോ ഉള്ള കഴിവ് എനിക്കില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അങ്ങ് എന്നോട് പറയുന്നത് വരെ അങ്ങയെ വെളിപ്പെടുത്താതിരിക്കാം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ശത്രുക്കളെ ജയിച്ച് പശുക്കളെല്ലാം വീണ്ടെടുത്ത് ശ്മശാനത്തിലെത്തി ശമീവൃക്ഷത്തിൻ്റെ സമീപത്ത് എന്ന് അവർ വിശ്രമിച്ചു. യുദ്ധത്തിൽ ധാരാളം മുറിവുകൾ ആ വീരൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്നു. ആ സമയത്ത് അഗ്നിതുല്യമായിട്ടുള്ള തേജസ്സുള്ള ഹനുമാനും ഭൂതഗണങ്ങളും ആകാശത്തിൽ മറഞ്ഞു. അപ്രകാരം തന്നെ ആ മായാവിലാസവും അവസാനിച്ചു. വീണ്ടും അവിടെ വെച്ചിരുന്ന സിംഹധ്വജമെടുത്ത് അർജുനൻ രഥത്തിൽ ഉറപ്പിച്ചു. യുദ്ധത്തിൽ ജയം നേടിയ ആ വില്ലും കുരുശ്രേഷ്ഠന്മാരുടെ അമ്പുകളും ആവനാഴികളും ആ വൃക്ഷത്തിൽ തന്നെ സ്ഥാപിച്ച് സന്തോഷത്തോടെ അർജുനൻ തേരാളിപ്പണി വീണ്ടും സ്വീകരിച്ചു. അങ്ങനെ ഉത്തരൻ തന്നെ നഗരത്തിൽ മടങ്ങിയെത്തി. ഇങ്ങനെ അർജുനൻ അത്ഭുതകരമായിട്ടുള്ള കർമ്മം ചെയ്ത് ശത്രുക്കളെ കൊണ്ടു മുടങ്ങിയ ശേഷം മുടി വീണ്ടും മടക്കി കെട്ടി ഉത്തരൻ്റെ തേരിൽ ബൃഹന്നളയായി കടിഞ്ഞാൻ പിടിച്ചിരുന്നു. മാന്യനായിട്ടുള്ള അർജുനൻ ബൃഹന്നള എന്ന തേരാളിയെ തന്നെ മടങ്ങിയെത്തി. തോറ്റുമടങ്ങിയ കൗരന്മാരൊക്കെ ദയനീയാവസ്ഥയോട് കൂടിയിട്ട് ഹസ്തിനാപുരിയിലും തിരിച്ചെത്തി. വഴിക്ക് വെച്ച് അർജുനൻ ഉത്തരനോട് പറഞ്ഞു, ഉടൂ രാജപുത്ര, നിന്റെ പശുക്കളൊക്കെ വരുന്നത് കണ്ടോ? വീരന്മാരായിട്ടുള്ള ഇടയന്മാർ അവയെ ചുറ്റും നിന്ന് ആട്ടിത്തെളിച്ച് വരുന്നത് നോക്കൂ. നമ്മൾ വിരാട നഗരത്തിലേക്ക് ഉച്ചകഴിഞ്ഞ് എത്തിയാൽ മതി. കുതിരകളെ അഴിച്ച് വെള്ളം കാട്ടി ദേഹം തുടച്ച് അവയ്ക്ക് ആശ്വാസം നൽകിയതിന് ശേഷം നമുക്ക് പോകാം. നീ ഇടയന്മാരെ പറഞ്ഞയച്ചേക്കൂ. അവർ വേഗം പോകട്ടെ. വിജയവാർത്ത അവർ പോയി അറിയിക്കട്ടെ. വിജയാഘോഷം അവിടെ ആരംഭിക്കട്ടെ. ഉടനെ തന്നെ ഉത്തരൻ അർജുനൻ്റെ വാക്കനുസരിച്ച് അപ്പോൾ തന്നെ ദൂതന്മാരെ പറഞ്ഞയച്ചു. നിങ്ങൾ പോയി രാജാവിനോട് അറിയിക്കുക, നമ്മൾ ജയിച്ചിരിക്കുന്നു, ശത്രുക്കളൊക്കെ ഓടിപ്പോയി, പശുക്കളെയൊക്കെ തിരിച്ചു കിട്ടി. ഇപ്രകാരം അർജുനനും വിരാടപുത്രനും ശമീ വൃക്ഷച്ചൂട്ടിൽ രണ്ടാമതും ചെന്ന് ആ ജയചന്യങ്ങളായിട്ടുള്ള ആയുധങ്ങളൊക്കെ വീണ്ടും എടുത്ത് അതിൽ കയറ്റി. ശത്രുപ്പടകളെയൊക്കെ ജയിച്ച് പശുക്കളെയൊക്കെ കൗരവരിൽ നിന്ന് വീണ്ടെടുത്ത് ബൃഹന്നളയാകുന്ന തേരോട് കൂടിയിട്ട് വിരാടപുത്രൻ നഗരത്തിൽ പ്രവേശിച്ചു. പശുക്കളെ മോഷ്ടിച്ച ത്രികർത്തന്മാരെ യുദ്ധത്തിൽ ജയിച്ച് സൈന്യങ്ങളോടുകൂടി പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഭാഗ്യവാനായിട്ടുള്ള വിരാട രാജാവ് 4 പാണ്ഡവരോടൊപ്പം നഗരത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് ആ സമയത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർക്കൊക്കെ സന്തോഷമുണ്ടാക്കി സിംഹാസനത്തിൽ വാഴുന്ന വിരാടനെ ആട്ടിടയന്മാർ ചെന്ന് കണ്ടു. നാട്ടുകാർ ബ്രാഹ്മണരോടൊപ്പം ആ രാജാവിനെ കണ്ട് അഭിനന്ദിച്ചു. ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച്
ജനങ്ങളുടെ സന്തോഷത്തിൽ രാജാവ് പങ്കുചേർന്നു. ഉത്തരനെ കാണാത്തതിനാൽ രാജാവ് അവനെക്കുറിച്ച് അന്വേഷിച്ചു. അനന്തരം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും നാട്ടുകാരെയും ഉത്തരനെ അന്വേഷിക്കാനേ അയച്ചു. അപ്പോൾ അന്തഃപുരത്തിലെ സ്ത്രീകളും പെൺകുട്ടികളും അവൻ്റെ വിവരം രാജാവിനെ അറിയിച്ചു. കൗരവന്മാർ വന്നിട്ട് നമ്മുടെ പശുക്കളെ ആക്രമിച്ചു. അവരെ ജയിക്കാനുള്ള വാശിയോട് കൂടിയിട്ട് ഉത്തരൻ തനിച്ച് ധൈര്യപൂർവ്വം ബൃഹന്നളയോടൊപ്പം പോയിരിക്കുകയാണ്. അവൻ ഭീഷ്മൻ, കൃപൻ, കർണൻ, ദുര്യോധനൻ, ദ്രോണൻ, അശ്വത്ഥാമാവ് എന്നിങ്ങനെ 6 മഹാവീരന്മാരെ ജയിക്കാനാണ് പോയിരിക്കുന്നത്. വിരാട് രാജാവ് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. മകൻ തനിച്ചു പോയതാണെന്ന് കേട്ട അഭിമാനത്തോടെ മന്ത്രിമാരോട് പറഞ്ഞു, തീർച്ചയായും കൗരവരും മറ്റുള്ള രാജാക്കന്മാരും ത്രികർത്തന്മാർ തോറ്റ വിവരം കേട്ടാൽ പിന്നെ യുദ്ധത്തിൽ നിൽക്കുകയില്ല. എന്നാൽ ഇനി വൈകിക്കേണ്ട. നമ്മളുടെ വലിയ സൈന്യത്തോടൊപ്പം പടയാളികളൊക്കെ പോകട്ടെ. ത്രികർത്തന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് പരിക്കേൽക്കാത്തവരെയെല്ലാം ഉത്തരൻ്റെ സഹായത്തിനായിട്ട് ഉടനെ തന്നെ അയക്കൂ. കുതിരകളെയും ആനകളെയും രഥങ്ങളെയും കാലാൾപ്പടയും നിമിഷ നേരത്തിനുള്ളിൽ മകൻ്റെ രക്ഷയ്ക്കായി എല്ലാ ആയുധങ്ങളോടും കൂടി രാജാവ് പറഞ്ഞയച്ചു. ഇങ്ങനെ 4 തരം സൈന്യങ്ങളെ അയച്ചതിന് ശേഷം അദ്ദേഹം നിരാശയോട് കൂട്ടിയിട്ട് സ്വയം പറഞ്ഞു, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഒരു നപുംസകത്തെ തേരാളിയാക്കി പോയ എൻ്റെ മകൻ ജീവനോടെ ഉണ്ടാവില്ല, ഉറപ്പാണ്. വിരാട് രാജാവ് സങ്കടത്തോടെ ഇപ്രകാരം പറയുന്നത് കേട്ട് ധർമ്മപുത്രർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബൃഹന്നളയാണ് അവൻ്റെ തേരാളിയെങ്കിൽ അങ്ങയുടെ പശുക്കളെ അവർ തിരികെ കൊണ്ടുവരിക തന്നെയും. ശത്രുക്കൾക്ക് അവയെ കൊണ്ടുപോകാൻ കഴിയില്ല. മനുഷ്യരെയും കുരുവീരന്മാരെയും ദേവന്മാരെയും യക്ഷന്മാരെയും പോലും ജയിക്കാൻ അവൾക്ക് കഴിയും. ആ തേരാളിയുടെ ഒപ്പമാണ് അങ്ങയുടെ മകൻ പോയതെങ്കിൽ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഉടനെ തന്നെ ഉത്തരം പറഞ്ഞേച്ച ദൂതന്മാർ വിരാട് നഗരത്തിലെത്തി വിജയവാർത്ത അറിയിച്ചു. കൗരന്മാരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. ഉത്തരൻ വിജയമായിട്ട് മടങ്ങി വരുന്നു. പശുക്കളെയൊക്കെ വീണ്ടെടുത്ത് ബൃഹന്നളയോടൊപ്പം അവൻ ഉടനെ എത്തും. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭാഗ്യം, പശുക്കളെയൊക്കെ തിരിച്ചു കിട്ടി. കൗരവരൊക്കെ തോറ്റോടി. അങ്ങയുടെ മകൻ കൗരവരെ ജനിച്ചത് എനിക്ക് ഒരു അത്ഭുതമല്ല. ബൃഹന്നളയെ തേരാളിയാക്കി പോയ അവൻ ജയിക്കാതെ മടങ്ങിയില്ല, അത് തീർച്ചയാണ്. ഈ സന്ദേശം കേട്ടപ്പോൾ ആവേശഭരിതനായിട്ടുള്ള വിരാടൻ അഭിമാനത്തോടു കൂടിയിട്ടും സന്തോഷത്തോടും കൂടിയിട്ട് ദൂതന്മാർക്ക് വസ്ത്രങ്ങൾ സമ്മാനമായി നൽകി. അതിനുശേഷം മന്ത്രിയോട് പറഞ്ഞു, എടൂ, രാജവീതികളിൽ വിജയക്കൊടികൾ നാട്ടുക, ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ നടത്തുക. രാജകുമാരന്മാരും പ്രധാന സൈന്യാധിപന്മാരും അലങ്കരിച്ച വസ്ത്രങ്ങൾ ധരിച്ച് സ്ത്രീകളോടും വാദ്യഘോഷങ്ങളോടും കൂടി മകനെ സ്വീകരിക്കാൻ പോകണം. ആനപ്പുറത്ത് കയറി ഒരാൾ മണിയടിച്ച് കവലകളിലൊക്കെ ചെന്ന് വിജയവാർത്ത വിളംബരം ചെയ്യണം. മനോഹരമായി ഒരുങ്ങി വേണം ഉണ്ണിയെ എതിരേൽക്കാൻ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. രാജാവ് പറഞ്ഞനുസരിച്ച് മംഗളകരമായിട്ടുള്ള 8 വസ്തുക്കളോടും വാദ്യമേളങ്ങളോടും കൂടി വിരാടപുത്രനെ സ്വീകരിക്കാനുള്ള സുന്ദരികളായിട്ടുള്ള സ്ത്രീകളും മറ്റുള്ളവരും വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറപ്പെട്ടു. കന്യകമാരെയും സ്ത്രീകളെയും ഒരുക്കി അയച്ചതിന് ശേഷം ബുദ്ധിമാനായിട്ടുള്ള വിരാട് രാജാവ് അതിയായ സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, സൈരന്ധ്രി, നീ പോയി ചൂതാട്ടത്തിനുള്ള കരുക്കൾ കൊണ്ടുവരൂ. കങ്ക, നമുക്ക് നന്നായി ഒന്ന് കളിക്കണം. ചൂതാട്ടം ഗംഭീരമായി നടത്തണം. ഇപ്രകാരം പറഞ്ഞ രാജാവിനോട് കങ്കൻ എന്ന പേരോട് കൂടിയിട്ടുള്ള യുധിഷ്ഠിരൻ പറഞ്ഞു, അമിതമായി ആഹ്ലാദിക്കുന്ന ചൂതാട്ടക്കാരനുമായി കളിക്കരുത് എന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ഇപ്പോൾ സന്തോഷം കൊണ്ട് അങ്ങ് മതിമറന്നിരിക്കുന്നു. അങ്ങയുമായിട്ട് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും അങ്ങേക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ കളിക്കാം. വിരാടൻ പറഞ്ഞു, പശുക്കളോ പൊന്നോ പെണ്ണോ മറ്റ് സമ്പത്തോ ഒന്നും തന്നെ അങ്ങയുമായിട്ട് ചൂതാടുന്ന അത്രയും സന്തോഷം എനിക്ക് നൽകുന്നില്ല. അങ്ങയുമായിട്ടുള്ള ഈ ചൂതാട്ടത്തിനാണ്. കങ്കൻ പറഞ്ഞു, രാജാവേ, ദോഷങ്ങൾ നിറഞ്ഞ ഈ ചൂതാട്ടം എന്തിനാണ്? കളിയിൽ പല അപകടങ്ങളുമുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പാണ്ഡുപുത്രനായിട്ടുള്ള യുധിഷ്ഠിരനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള രാജ്യത്തെയും ദേവതുല്യരായിട്ടുള്ള സഹോദരങ്ങളെ അദ്ദേഹം ചൂതാട്ടം കൊണ്ടാണ് നശിപ്പിച്ചത്. അത് ചിന്തിക്കുമ്പോൾ എനിക്ക് ചൂതാട്ടാൻ താല്പര്യമില്ല. എങ്കിലും അങ്ങേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കാം. രാജാവിൻ്റെ നിർബന്ധം കാരണം കങ്കൻ കളിയിൽ ഏർപ്പെട്ടു. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവ് പാണ്ഡുപുത്രനോട് പറഞ്ഞു, എടൂ കങ്ക, ഇത്ര വീരന്മാരായിട്ടുള്ള കൗരവന്മാരെയൊക്കെ എൻ്റെ മകൻ തോൽപ്പിച്ചത് നീ കണ്ടോ? എൻ്റെ പുത്രൻ ജയിച്ചില്ലേ? അവൻ മിടുക്കൻ തന്നെ. ഇത് കേട്ട് മഹാത്മാവായിട്ടുള്ള യുധിഷ്ഠിരൻ പറഞ്ഞു, ബൃഹന്നള തേരാളിയായവൻ യുദ്ധത്തിൽ എന്താണ് നേടാത്തത്? ഈ ബൃഹന്നള പ്രശംസ വിരാട രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവിന് നല്ല ദേഷ്യം വന്നു. എടോ ബ്രാഹ്മണാത്മാ, നീ എൻ്റെ മകനോടൊപ്പം ഒരു നപുംസകത്തെ സ്തുതിക്കുകയാണോ? പറയേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള തിരിച്ചറിയാതെ നീ എന്നെ അപമാനിക്കുകയാണ്. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരെ അവൻ ജയിക്കാതിരിക്കുമോ? എടോ വിപ്ര, നീ പ്രിയപ്പെട്ടവനാണെന്ന് കരുതി ഈ തെറ്റ് ഞാൻ ഇപ്പോൾ ക്ഷമിക്കാം. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രോണർ, ഭീഷ്മർ, കർണൻ, അശ്വത്ഥാത്മാവ്, കൃപർ, ദുര്യോധനൻ തുടങ്ങിയ മഹാവീരന്മാരെയും മരുദ്ഗണങ്ങളാൽ ചുറ്റപ്പെട്ട സാക്ഷാൽ ദേവേന്ദ്രനെ പോലെയുള്ളവരെയും എതിർക്കാൻ ബൃഹന്നളയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അവൻ യുദ്ധം ചെയ്യുന്നത് കണ്ടാൽ സന്തോഷം തോന്നാത്തവർ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവൻ സഹായിച്ചാൽ എങ്ങനെ ജയിക്കാതിരിക്കും? വിരാടൻ പറഞ്ഞു, പല വട്ടമായിട്ട് നീ അനാവശ്യം പറയുന്നു. നീ വായടയ്ക്കുന്നില്ല. ശാസിക്കാൻ ആളില്ലെങ്കിൽ ഒരാളും മര്യാദ പാലിക്കുകയില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇനി ഇങ്ങനെ പറയുമോ എന്ന് രാജാവ് വലിയ ദേഷ്യത്തോട് ചോദിച്ച് ചൂതുകുരു എടുത്ത് യുധിഷ്ഠിരൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊരു ഏറ് കൊടുത്തു. ആ ഏറ് ശക്തിയായി കൊണ്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ മൂക്കിൽ നിന്നും രക്തമൊഴുകി. യുധിഷ്ഠിരൻ ഞാൻ രക്തം നിലത്ത് വീഴാതെ കൈകളിലെടുത്തു. യുധിഷ്ഠിരൻ ആ സമയത്ത് അരികിൽ നിൽക്കുന്ന ദ്രൗപദിയെ നോക്കി. ഭർത്താവിൻ്റെ പാപം മനസ്സിലാക്കി അവൾ പൊൻകിണ്ണത്തിൽ വെള്ളവുമായി ചെന്ന് മൂക്കിൽ നിന്നൊഴുകുന്ന ആ രക്തം പാത്രത്തിൽ വാങ്ങി. ഈ സമയത്ത് ഉത്തരൻ നാട്ടുകാർ നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നഗരത്തിലെത്തി. പൗരന്മാരുടെയും ഗ്രാമവാസികളുടെ ആദരവ് സ്വീകരിച്ച് സന്തോഷവാനായി കൊട്ടാരവാതിക്കലെത്തി
പിതാവിനെ വിവരമറിയിച്ചു. കാവൽക്കാർ ഉടനെ ചെന്ന് വിരാടനോട് മകൻ്റെ വരവറിയിച്ചു. ബൃഹന്നളയോട് കൂടിയിട്ട് ഇതാ രാജകുമാരൻ എത്തിയിരിക്കുന്നു. വിരാട രാജാവ് സന്തോഷത്തോടെ കാവൽക്കാരനോട് പറഞ്ഞു, വേഗം രണ്ടാളും വരട്ടെ, ഞാൻ അവരെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ കാവൽക്കാരൻ്റെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, ഉത്തരം വന്നാൽ മതി. ബൃഹന്നള ഇപ്പോൾ അകത്തേക്ക് വരണ്ട എന്ന് പറയുക. അവനൊരു വ്രതമുണ്ട്. എൻ്റെ ശരീരത്തിൽ വല്ലോ മുറിവുണ്ടായി രക്തം ചാടുന്നത് കണ്ടാൽ ആ മുറിവുണ്ടാക്കി രക്തം ചിന്തിച്ചവരാരോ അവർ പിന്നെ യുദ്ധഭൂമിയിലല്ലാതെ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. എന്നെ രക്തമൊലിക്കുന്ന അവസ്ഥയിൽ കണ്ടാൽ ദേഷ്യം വരുന്ന അവൻ അത് സഹിക്കില്ല. സൈന്യത്തോടും വാഹനങ്ങളോടും മന്ത്രിമാരോടും കൂടി രാജാവിനെ അവൻ വധിച്ചേക്കും. പിന്നെ രാജകുമാരന്മാരിൽ മൂത്തവനായിട്ടുള്ള ഉത്തരൻ കടന്നു വന്ന് അച്ഛൻ്റെ പാദങ്ങളിൽ വണങ്ങി. പിന്നെ കങ്കനെയും വണങ്ങി. അപ്പോൾ രക്തമൊലിപ്പിച്ച് അസ്വസ്ഥനായി തെറ്റൊന്നും ചെയ്യാത്ത കങ്കൻ സൈരന്ധ്രിയുടെ പരിചരണത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉത്തരൻ പരിഭ്രമത്തോടെ അച്ഛനോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ അടിച്ചത്? ഈ തെറ്റ് ചെയ്തവൻ ആരാണ്? വിരാടൻ പറഞ്ഞു, ഞാനാണ് ഈ കുടലിനെ തല്ലിയത്. ഇതുകൊണ്ടൊന്നും തീരില്ല. ഇതിലപ്പുറവും കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ വീരനായി നിന്നെ പോഴ്ത്തുമ്പോൾ ഇവൻ ആ നപുംസകത്തെ പ്രശംസിക്കുന്നു. എനിക്കത് സഹിക്കുമോ? ഉത്തരം പറഞ്ഞു, രാജാവേ, അങ്ങ് വലിയ തെറ്റാണ് ചെയ്തത്. വേഗത്തിൽ അങ്ങ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. ഭയങ്കരമായിട്ടുള്ള ഈ ബ്രഹ്മദണ്ഡം അങ്ങേ വേരോടെ നശിപ്പിച്ചു കളയും. വൈശമ്പായനൻ പറഞ്ഞു. വിരാട രാജാവ് മകൻ പറഞ്ഞത് കേട്ടു. ചാരത്തിനിടയിലെ കനൽ പോലെ ഇരിക്കുന്ന പാണ്ഡുപുത്രനോട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. സമാധാനിപ്പിക്കുന്ന രാജാവിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഞാൻ ക്ഷമിക്കുന്നു. എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എൻ്റെ മൂക്കിൽ നിന്നുള്ള ഈ രക്തം ഭൂമിയിൽ വീണിരുന്നെങ്കിൽ രാജാവേ, അങ്ങ് രാജ്യത്തോടൊപ്പം നശിച്ചുപോയേനെ. ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തുകയില്ല. ദോഷമില്ലാത്തവനെ ദ്രോഹിച്ചാൽ കരുത്തനായിട്ടുള്ള പ്രഭുവിനും ദുരിതം വന്നുതരും. കങ്കൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് നിന്ന സമയത്ത് ബൃഹന്നള പ്രവേശിച്ചു. വിരാടനെയും കങ്കനെയും മടങ്ങി. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന മകനെയും സമാശ്വസിപ്പിച്ച ശേഷം അർജുനൻ കേട്ടു നിൽക്കെ തന്നെ സ്വന്തം മകനെ വിരാടരാജാവ് പ്രശംസിച്ചു. ഹേ മകനെ, ഞാൻ ഇന്ന് യഥാർത്ഥ ഒരു വീരൻ്റെ അച്ഛനായിരിക്കുന്നു. എനിക്ക് നിന്നെപ്പോലുള്ള പുത്രന്മാർ വേറെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. 1000 ലക്ഷങ്ങളിലേക്ക് അമ്പെയ്താലും ഒരു എഴുത്തും പിഴയ്ക്കാത്തവനായിട്ടുള്ള ആ കർണനോട് ഉണ്ണി, നീ എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? മനുഷ്യലോകത്ത് എവിടെ നോക്കിയാലും തുല്യരില്ലാത്തവനാണ് ഭീഷ്മൻ. അദ്ദേഹത്തിനോട് നീ എങ്ങനെ യുദ്ധം ചെയ്തു? യാദവ വീരന്മാർക്കും കൗരവന്മാർക്കും എല്ലാ ക്ഷത്രിയന്മാർക്കും ഗുരുവും ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണനുമായ ദ്രോണൻ സർവ്വവിദ്യകളും അറിയുന്നവർക്കും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിനോട് ഉണ്ണി, നീ എങ്ങനെ യുദ്ധം ചെയ്തു? ആചാര്യപുത്രനും സകല ആയുധവിദ്യകളും അറിയുന്നവർക്ക് സമ്മതനുമായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള അശ്വത്ഥാമാവിനോട് നീ എങ്ങനെ യുദ്ധം ചെയ്തു? അമ്പെയ്ത് പർവ്വതം പോലും പിളർക്കുന്ന രാജകുമാരനാണ് ദുര്യോധനൻ. അവനോട് നീ എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? യുദ്ധത്തിൽ ഏറ്റുമുട്ടിയാൽ സർവസ്വവും നഷ്ടപ്പെട്ട കച്ചവടക്കാരനെ പോലെ ആക്കുന്നവനാണ് കൃപാചാര്യർ. അദ്ദേഹത്തോട് നീ എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? നിന്റെ ശത്രുക്കളൊക്കെ തോറ്റു. കാറ്റ് സുഖമായി വീശുന്നു. കുരുക്കൾ കൈക്കളാക്കിയ പശുക്കളെ നീ തിരിച്ചു പിടിച്ചു. നീ ഓടിച്ചപ്പോൾ അവ യുദ്ധക്കളത്തിൽ നിന്ന് ഓടുമ്പോൾ പുലി മാംസത്തെ എന്ന പോലെ നീ പശുക്കൂട്ടത്തെ കൈക്കലാക്കി. ഉത്തരം പറഞ്ഞു, അച്ഛാ, അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ആ പശുക്കളെ ജയിച്ചത് ഞാനല്ല. ശത്രുക്കളെ ആരെയും ഞാൻ തോൽപ്പിച്ചിട്ടില്ല. ആ ധീരമായ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഒരു ദേവകുമാരനാണ്. ഞാൻ കൗരസൈന്യത്തെ കണ്ട് പേടിച്ചോടുകയായിരുന്നു. അപ്പോൾ എന്നെ തടഞ്ഞ് ആ ദേവകുമാരൻ ബലമായി പിടിച്ച് തേർത്തട്ടിലിരുത്തി. അവനാണ് പശുക്കളെ വീണ്ടെടുത്തതും കുരുക്കളെ ജയിച്ചതും. അതൊക്കെ ആ വീരൻ ചെയ്ത കാര്യങ്ങളാണ്, ഞാൻ ചെയ്തതല്ല. അവൻ എന്തൊക്കെ ചെയ്തു എന്ന് വിവരിക്കാനാവില്ല. ദ്രോണർ, കൃപർ, അശ്വത്ഥാത്മാവ് മുതലായ 6 മഹാവീരന്മാരെയും കർണനെയും ഭീഷ്മരെയും കൂടി അമ്പുകൾ കൊണ്ട് അദ്ദേഹം തോൽപ്പിച്ചോടിച്ചു. ദുര്യോധനെയും ആനയെപ്പോലെ ബലവാനായിട്ടുള്ള വികർണനെയും തോൽപ്പിച്ചു. പേടിച്ചു വിറയ്ക്കുന്ന ദുര്യോധനോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എടോ ദുര്യോധന, നിനക്ക് ഹസ്നാപുരയിൽ പോലും ഞാൻ രക്ഷ കാണുന്നില്ല. സാമർഥ്യമുണ്ടെങ്കിൽ നീ ജീവനെ രക്ഷിച്ചുകൊള്ളുക. ഓടിയതുകൊണ്ടൊന്നും നീ വരുത്തിവെച്ച ആപത്ത് ഒഴികയില്ല. യുദ്ധം ചെയ്യുകയും നിനക്ക് വഴിയുള്ളൂ. ജയിച്ചാൽ ഭൂമി നേടാം, മരിച്ചാൽ സ്വർഗം നേടാം. ഈ വാക്കേട് ദുര്യോധൻ എന്ന ആ പുരുഷശ്രേഷ്ഠൻ എത്ര ശക്തമായിട്ടുള്ള വജ്രം പോലെയുള്ള അമ്പുകൻ ചെയ്യുന്നവനാണെങ്കിലും, എത്ര ശക്തിമാരായിട്ടുള്ള മന്ത്രിമാരോട് കൂടിയവനാണെങ്കിലും, ചീറ്റുന്ന പാമ്പിനെ പോലെ വീരനാണെങ്കിലും ആ ദേവകുമാരന് മുമ്പിൽ പേടിച്ച് തുടവിറച്ച് രോമാഞ്ചം കൊണ്ടു. അദ്ദേഹത്തിന് സിംഹതുല്യമായിട്ടുള്ള സൈന്യത്തെ ആ ദേവകുമാരൻ അമ്പുകൾ കൊണ്ട് നേരിട്ടു. കരുത്തനായിട്ടുള്ള ആ ദേവകുമാരൻ തേരുകൂട്ടത്തെയൊക്കെ തകർത്ത് വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട ആ കുരുവീരന്മാരെ കണ്ട് ചിരിച്ചു. ആ വീരൻ ഒറ്റയ്ക്ക് 6 തേരാളികളെയും ജയിച്ചു. അവരെ കാട്ടുമൃഗങ്ങളെ മതിച്ച പുലി എന്ന പോലെ ഓടിച്ചു കളഞ്ഞു. വിരാടൻ ചോദിച്ചു, ആ വീരനായിട്ടുള്ള ദേവപുത്രൻ ഇവിടെ? കീർത്തിമാനായിട്ടുള്ള മഹാബലവാൻ ഇവിടെ? കൗരവരിൽ നിന്ന് നിന്റെ പശുക്കളെ വീണ്ടെടുത്ത ആ ശക്തനെ കണ്ട് വന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെയും എൻ്റെ പശുക്കളെയും രക്ഷിച്ച ആ ദേവകുമാരൻ എവിടെ പോയി? ഉത്തരം പറഞ്ഞു, ആ മഹാബലവാനായിട്ടുള്ള ദേവപുത്രൻ അവിടെ തന്നെ മറഞ്ഞുപോയി. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പുകഴ്ത്തപ്പെട്ട വേഷം മാറുന്ന പാണ്ഡുപുത്രൻ അടുത്തുണ്ടായിട്ടും സൈന്യാധിപനായിട്ടുള്ള വിരാട രാജാവ് അതറിഞ്ഞില്ല. പിന്നീട് മഹാത്മാവായിട്ടുള്ള വിരാടൻ്റെ അനുവാദത്തോടെ അർജുനൻ വിരാടൻ്റെ മകൾക്ക് ആ വസ്ത്രങ്ങൾ നൽകി. യുദ്ധക്കളത്തിൽ നിന്നും നേടിയ വസ്ത്രങ്ങൾ. വളരെ വിലപിടിപ്പുള്ള കസവുകൾ തുന്നിച്ചേർത്ത അനേകം തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങി ആ സുന്ദരി സന്തോഷിച്ചു. പിന്നെ മഹാത്മാവായിട്ടുള്ള ഉത്തരനോട് ആലോചിച്ച് യുധിഷ്ഠിരന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി. വിരാട രാജകുമാരനോടൊപ്പം അവരെല്ലാവരും സന്തോഷിച്ചു. പിന്നെ മഹാത്മാവായിട്ടുള്ള ഉത്തരനോട് ആലോചിച്ച് യുധിഷ്ഠിരന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി. വിരാട രാജകുമാരനോടൊപ്പം അവരെല്ലാവരും സന്തോഷിച്ചു. ഇതോടുകൂടിയിട്ട് ഗോകർണ പർവ്വം അവസാനിക്കുകയാണ്.
നമ്മളെ വലിയൊരു ഉപപർവമായിരുന്നു. അടുത്ത വൈവാഹിക പർവം എന്ന് പറയുന്ന ഒരു ഉപപർവം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പശുക്കളെ വീണ്ടെടുത്തതിൻ്റെ 3-ാം ദിവസം പാണ്ഡവന്മാർ 5 പേരും കുളി കഴിഞ്ഞ് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു. സമയമനുസരിച്ച് ചെയ്യേണ്ട വ്രതങ്ങളൊക്കെ പൂർത്തിയാക്കി സംതൃപ്തിയോടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ മതയാനികളെപ്പോലെ അവർ ശോഭിച്ചു. ആ മഹാവീരന്മാർ യുധിഷ്ഠിരനെ മുന്നിൽ നിർത്തി വിരാട സഭയിലേക്ക് ചെന്ന് അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു. അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് വിരാട് രാജാവ് ഭരണകാര്യങ്ങൾ നടത്താനായി സഭയിലെത്തി. പഞ്ചാഗ്നികളെപ്പോലെ തിളങ്ങുന്ന പാണ്ഡവന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം അല്പനേരം ആലോചിച്ചു നിൽക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. പിന്നെ ദേവന്മാരാൽ ചുറ്റപ്പെട്ട ഇന്ദ്രനെ പോലെ ശോഭിക്കുന്നവനും പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവനുമായിട്ടുള്ള കങ്കനോട് വിരാടൻ പറഞ്ഞു, എടൂ കങ്ക, നിന്നെ ഞാൻ ചൂതുകളിൽ സഹായിക്കാനായിട്ടല്ലേ സ്വീകരിച്ചത്, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ വേഷം കെട്ടിവന്ന് പ്രധാനപ്പെട്ട ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കുന്നത്? വിരാടൻ്റെ വാക്ക് കേട്ടപ്പോൾ അർജുനൻ തമാശരൂപേണ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, രാജാവേ, ഇദ്ദേഹം ഇന്ദ്രൻ്റെ പകുതി സിംഹാസനത്തിൽ ഇരിക്കാൻ പോലും യോഗ്യനാണ്. അത്രമാത്രം ബ്രാഹ്മണ്യവും പാണ്ഡിത്യവും ഉള്ളവനും ത്യാഗിയും വ്രതങ്ങൾ പാലിക്കുന്നവനുമാണ്. ഇദ്ദേഹം ധർമ്മം നേരിട്ട് വന്നതുപോലെയുള്ള ആളാണ്. വീരന്മാരിൽ ഏറ്റവും വലിയ വീരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലിയാണ്. തപസ്സിൻ്റെ ഏക ആശ്രയമാണ് ഇദ്ദേഹം. ഈ 3 ലോകത്തിനും പലതരം അസ്ത്രവിദ്യകൾ പഠിച്ചവരിലും ഇദ്ദേഹം മുൻപന്തിയിലാണ്. മറ്റാർക്കും ഇത്രത്തോളം അറിവ് ലഭിച്ചിട്ടില്ല, ലഭിക്കാൻ പോകുന്നുമില്ല. ഇദ്ദേഹത്തിന് തുല്യനായി ഒരു ദേവനോ മനുഷ്യനോ രാക്ഷസനോ ഗന്ധർവനോ നാഗശ്രേഷ്ഠനോ ഇല്ല. സമാനതകളില്ലാത്ത ദീർഘദർശിയും ജനപ്രിയനുമായിട്ടുള്ള മഹാത്മാവാണ് ഈ മാന്യൻ. പാണ്ഡവരിൽ അതിരഥനും മഹർഷിമാർക്ക് തുല്യനായിട്ടുമുള്ള ധർമ്മിഷ്ഠനും ഇന്ദ്രിയങ്ങളെ അടക്കി ഭരിക്കുന്നവനുമാണ് ഇദ്ദേഹം. ലോകപ്രശസ്തനും ബലവാനും തേജസ്വിയും സത്യം മാത്രം പറയുന്നവനുമായിട്ടുള്ള രാജർഷിയാണ്. ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇന്ദ്രനോടും കുബേരനോടും തുല്യനാണ്. മനുവിനെ പോലെ തേജസ്വിയും ലോകത്തെ പരിപാലിക്കുന്നവനുമാണ്. പ്രജകളെ അനുഗ്രഹിക്കുന്ന ഈ മഹാശക്തിമാൻ ഇതാ ഈ പറയുന്നത് പോലെ ശോഭിക്കുന്നു. അദ്ദേഹത്തെ ഇനിയും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ഇദ്ദേഹം കുരുവംശത്തിലെ ശ്രേഷ്ഠനും ധർമ്മരാജവുമായിട്ടുള്ള യുധിഷ്ഠിരനാണ്. ലോകത്തിൽ എല്ലായിടത്തും ഉദയസൂര്യൻ്റെ പ്രകാശം പോലെ ഇദ്ദേഹത്തിൻ്റെ കീർത്തി പറഞ്ഞിരിക്കുന്നു. സൂര്യരശ്മികൾ പോലെ തിളക്കമുള്ള യശസ്സാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ രാജാവിനെ സഹായിക്കാൻ 10,000 ആനകൾ കൗരവരാജ്യം ഭരിക്കുന്ന നാളുകളിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. സ്വർണം പൂശിയ 30,000 രഥങ്ങളും അകമ്പടിയായി ഉണ്ടായിരുന്നു. അവയിൽ നല്ല കുതിരകളെ കെട്ടിയാണ് പിന്തുടർന്നിരുന്നത്. ഇദ്ദേഹത്തിന് ആഭരണങ്ങൾ അണിയിക്കാൻ 800 സേവകർ തയ്യാറായി നിന്നിരുന്നു. മുനിമാരും സ്തുതിപാഠകരും ഈ രാജാവിനെ പുകഴ്ത്തിയിരുന്നു. കൗരവന്മാർ ദാസന്മാരെ പോലെ ഇദ്ദേഹത്തെ സേവിച്ചു. എല്ലാ രാജാക്കന്മാരും ദേവന്മാർ കുബേരൻ എന്ന പോലെ ഇദ്ദേഹത്തെ സേവിച്ചിരുന്നു. ഇദ്ദേഹം എല്ലാ രാജാക്കന്മാരെയും നികുതി നൽകുന്നവരാക്കി മാറ്റി. പരാജിതരായിട്ടുള്ള മറ്റ് രാജാക്കന്മാരെ തൻ്റെ അധികാരത്തിൻ്റെ കീഴിലാക്കി. 18,000 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും വൃദ്ധനിഷ്ഠയോടെ ജീവിക്കുന്ന ഈ രാജാവിനെ സേവിച്ചു. അദ്ദേഹം വൃദ്ധന്മാരെ, അനാഥരെയും അന്ധരെയും അംഗൈവല്യമുള്ളവരെയും ഒക്കെ സ്വന്തം മക്കളെപ്പോലെ രക്ഷിച്ചിരുന്നു. നാട്ടുകാരെ ധർമ്മപൂർവ്വം കാത്തുസൂക്ഷിച്ചു. ധർമ്മം, ഇന്ദ്രിയ നിഗ്രഹം, ദേഷ്യം ഇവയിലൊക്കെ വിജയിച്ചവനാണ് ഈ മഹാത്മാവ്. ദൈവാനുഗ്രഹത്താൽ ബ്രാഹ്മണ്യവും സത്യസന്ധതയുമുള്ള രാജാവാണ്. ഈ രാജാവിൻ്റെ പ്രതാപം കണ്ട് ദുര്യോധനൻ അസൂയപ്പെടുന്നു. ദുര്യോധനാകട്ടെ കർണൻ്റെയും ശകുനിയുടെയും കൂടെ ചേർന്നവനാണ്. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ തേജസ് കണ്ടവർ ഭയപ്പെടുന്നു. അല്ലയോ രാജാവേ, ഈ മഹാത്മാവിൻ്റെ ഗുണങ്ങൾ അളക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ക്രൂരതയില്ലാത്ത ധർമ്മം പാലിക്കുന്ന പാണ്ഡവശ്രേഷ്ഠനാണ് ഇദ്ദേഹം. ഇത്തരത്തിലുള്ള ഒരു മഹാരാജാവ്, പാണ്ഡവവീരൻ, രാജാവിന് ചേർന്ന ഇരിപ്പിടത്തിന് അർഹനല്ലെന്നാണോ വിരാട രാജാവെ അങ്ങ് പറയുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിരാടൻ പറഞ്ഞു, ഇദ്ദേഹം യുധിഷ്ഠിരനാണെങ്കിൽ അഞ്ജനായിട്ടുള്ള അർജുനൻ ഏതാണ്? ബലവാനായിട്ടുള്ള ഭീമൻ ഏതാണ്? നകുലിനും സഹദേവനും ആരാണ്? ചൂതിൽ തോറ്റ ദ്രൗപദി എവിടെ? അവരൊക്കെ എവിടെ പോയി എന്നറിയില്ലല്ലോ. അർജുനൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ പാചകക്കാരനായിട്ടുള്ള വല്ലവൻ ഭയങ്കര പരാക്രമിയായിട്ടുള്ള ഭീമനാണ്. കോപിച്ചു വന്ന് ശത്രുക്കളെയൊക്കെ കൊന്ന് പാഞ്ചാലിക്ക് വേണ്ടി ദിവ്യമായിട്ടുള്ള സൗഗന്ധികപ്പൂവ് കൊണ്ടുവന്നത് ഇവനാണ്. ദുഷ്ടനായിട്ടുള്ള കീചകനെ കൊന്ന ഗന്ധർവൻ ഇവനല്ലാതെ മറ്റാരുമല്ല. അന്തഃപുരത്തിൽ പുലി, സിംഹം, പന്നി എന്നിവയൊക്കെ കൊന്നതും ഇവൻ തന്നെയാണ്. പിന്നെ അങ്ങയുടെ കുതിരകളെ നോക്കുന്നവനായിട്ട് നിന്നവൻ നകുലനാണ്. പശുക്കളുടെ സംരക്ഷണയായിട്ട് നിന്നവൻ സഹദേവനാണ്. സുന്ദരന്മാരും കീർത്തിമാന്മാരുമായിട്ടുള്ള ഇവർ ഓരോരുത്തരും 1000 വീരന്മാരെ എതിർക്കാൻ കെൽപ്പുള്ള പുരുഷ ശ്രേഷ്ഠന്മാരാണ്. താമരക്കണ്ണുകളും മനോഹരമായിട്ടുള്ള ചിരിയുമുള്ള സൈരന്ധ്രി സാക്ഷാൽ പാഞ്ചാലിയാണ്. ഇവൾ കാരണമാണ് കീചകൻ ചത്തത്. മഹാരാജാവേ, ഞാനാണ് അർജുനൻ. അങ്ങ് തീർച്ചയായും എന്നെക്കുറിച്ച് കേട്ടിരിക്കും. ഭീമൻ്റെ അനുജനും നകുൽ സഹദേവന്മാരുടെ ജ്യേഷ്ഠനുമാണ് ഞാൻ. ഞങ്ങൾ സുഖമായി അങ്ങയുടെ കൊട്ടാരത്തിൽ താമസിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്നതുപോലെ സുരക്ഷിതമായി അജ്ഞാതവാസം പൂർത്തിയാക്കി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം അർജുനൻ പാണ്ഡവരെയൊക്കെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഉത്തരൻ വീണ്ടും അവരെ അച്ഛനെ കാട്ടിക്കൊടുത്തു. ഉത്തരൻ പറഞ്ഞു, സ്വർണ്ണ നിറമുള്ള ശരീരമുള്ളവനും സിംഹതുല്യമായിട്ടുള്ള ഈ മഹാൻ, നീണ്ട മൂക്കും വലിയ കണ്ണുകളുമുള്ള ബുദ്ധിമാനായിട്ടുള്ള കുരുരാജാവ് യുധിഷ്ഠിരനാണ്. ആനയെപ്പോലെ ഗമയുള്ളവനും കറുത്ത നിറമുള്ളവനും തടിച്ച തോളുകളും നീണ്ട കൈകളുമുള്ള ഇവനാണ് ഭീമസേനൻ. വേഗത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചറിയാം. ഇവൻ്റെ അടുത്തിരിക്കുന്ന ആ യുവസുന്ദരൻ ഗജരാജാവിനെ പോലെ ശോഭിക്കുന്നവനും സിംഹത്തെപ്പോലെ തോളുകളുമുള്ളവനായിട്ടുള്ള വീരനായിട്ടുള്ള അർജുനനാണ്. രാജാവേ, അങ്ങയുടെ അടുത്തിരിക്കുന്ന പുരുഷ ശ്രേഷ്ഠന്മാർ ദേവേന്ദ്രനോടും വിഷ്ണുവിനോടും തുല്യരാണ്.
ഇവർക്ക് തുല്യരായി ബലം, സ്വഭാവം, രൂപം എന്നിവ ഒത്തുചേർന്ന പുരുഷന്മാർ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഇവരുടെ അടുത്തായി സ്വർണം പോലെ തിളങ്ങുന്ന ഭംഗിയോടുകൂടി പ്രകാശം പരത്തുന്നവളും കറുത്ത താമരയുടെ നിറവുള്ളവളുമായിട്ടുള്ള പാർവതി ദേവിയെപ്പോലെയും ലക്ഷ്മി ദേവിക്ക് തുല്യമായും ശോഭിക്കുന്ന ഇവൾ സാക്ഷാൽ പാഞ്ചാലിയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പഞ്ചപാണ്ഡവന്മാരെ രാജാവിന് ഇപ്രകാരം പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഉത്തരൻ അർജുനൻ നടത്തിയ വീരപ്രവർത്തികളെക്കുറിച്ച് അച്ഛനെ കേൾപ്പിച്ചു. ഉത്തരൻ പറഞ്ഞു, ഇദ്ദേഹം മാനികളെ സിംഹം എന്ന പോലെ ശത്രുക്കളെ കൊല്ലുന്ന പരാക്രമിയാണ്. തേരുകൂട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് വലിയ തേരുകളെ ലക്ഷ്യം വെച്ച് തകർത്തവനാണ്. ഇവനിത ഒറ്റ അമ്പ് തെറിച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ വലിയ ആന യുദ്ധക്കളത്തിൽ കൊമ്പുകുത്തി ചത്തുവീണു. ഇവൻ പശുക്കളെ വീണ്ടെടുക്കാൻ യുദ്ധത്തിൽ കുരുക്കളെയൊക്കെ ജയിച്ചു. ഇവന്റെ ശംഖനാഥം കേട്ടപ്പോൾ എൻ്റെ കാതുകൾ അടഞ്ഞുപോയി. ഉത്തരം പറഞ്ഞത് കേട്ടപ്പോൾ പ്രതാപവാനിയായിട്ടുള്ള വിരാട രാജാവ് യുധിഷ്ഠിരനെ ചൂതുകൊണ്ട് എറിഞ്ഞതോർത്ത് വിഷമിച്ചു. അദ്ദേഹം ഉത്തരനോട് പറഞ്ഞു, ഇപ്പോൾ വേണ്ടത് പാണ്ഡവനെ സന്തോഷിപ്പിക്കലാണ്. ഉത്തരയെ അർജുനെ വിവാഹം ചെയ്തു കൊടുക്കാം. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ. ഉത്തരം പറഞ്ഞു, അവർ ശ്രേഷ്ഠന്മാരും പൂജ്യന്മാരും മാന്യന്മാരുമാണ്. അച്ഛൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഇപ്പോൾ തന്നെ ആവാം വിവാഹം. യോഗ്യന്മാരായിട്ടുള്ള പാണ്ഡുപുത്രന്മാരെ നമുക്ക് ആദരിക്കാം. വിരാടൻ പറഞ്ഞു, ഈ ഞാനും യുദ്ധത്തിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടുപോയി. എന്നെ അവരിൽ നിന്ന് മോചിപ്പിക്കുകയും പശുക്കളെയൊക്കെ വീണ്ടെടുക്കുകയും ചെയ്തത് ഈ ഭീമസേനനാണ്. ഇവർ നമ്മളെ യുദ്ധത്തിൽ സഹായിച്ച് ജയിപ്പിച്ചു. മന്ത്രിമാരോടൊപ്പം നമുക്ക് ധർമ്മപുത്രരെ ചെന്ന് കണ്ട് സന്തോഷിപ്പിക്കാം. അനുജന്മാരോടൊപ്പമുള്ള ധർമ്മപുത്രർ കനിഞ്ഞാൽ നമുക്ക് മംഗളം സംഭവിക്കും. അറിയാതെ വല്ല തെറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാത്മാവായിട്ടുള്ള പാണ്ഡവൻ അതൊക്കെ ക്ഷമിക്കും. പിന്നീട് വിരാടൻ അതീവ സംതൃപ്തനായി തൻ്റെ രാജ്യം സൈന്യത്തോടും ഖജനാവോടും പുത്രന്മാരോടും കൂടി യുധിഷ്ഠിരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. പിന്നെ പാണ്ഡവന്മാരോട് അർജുനൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞു. പിന്നെ ധർമ്മപുത്രരെയും നകുല സഹദേവന്മാരെയും നെറുകയിൽ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എത്ര നോക്കിയിട്ട് മതിയാകാത്ത വിധം ആനന്ദത്തിൽ മുഴുകി നിന്നു. വിരാടൻ സന്തോഷത്തോടെ രാജാവായിട്ടുള്ള യുധിഷ്ഠിരനോട് പറഞ്ഞു, ഭാഗ്യം, നിങ്ങൾ കാട് വിട്ടത് വന്നത് ഭാഗ്യം തന്നെ. ദുഷ്ടന്മാരായിട്ടുള്ള ശത്രുക്കൾ അറിയാതെ ഇവിടെ അജ്ഞാതരായി താമസിക്കാൻ കഴിഞ്ഞതും ഭാഗ്യം തന്നെ. ഈ രാജ്യവും ഇതിലുള്ള സകലതും അർജുനനുള്ളതാണ്. ഇതൊക്കെ പാണ്ഡവർ ഏറ്റെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അർജുനൻ ഉത്തരയെ സ്വീകരിച്ചാലും പുരുഷ ശ്രേഷ്ഠനായിട്ടുള്ള ഇവൻ അവൾക്ക് ചേർന്ന ഭർത്താവാണ്. ഇപ്രകാരം വിരാട രാജാവ് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അർജുനനെ ഒന്ന് നോക്കി. യുധിഷ്ഠിരൻ നോക്കിയതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അർജുനൻ വിരാട രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകളെ ഞാൻ സ്വീകരിക്കാം. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയായിട്ടല്ല, മരുമകളായിട്ട് ഞാൻ അവളെ സ്വീകരിക്കാം. വിരാട രാജവംശവും പാണ്ഡവരുടെ വംശവും തമ്മിൽ ബന്ധുക്കളാകുന്നത് എന്തും കൊണ്ടും ഉചിതമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈവാഹിക പർവ്വം എന്ന് പറയുന്ന ഈ ഒരു ഉപപർവ്വം കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.